ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മാർച്ച് 29 ശനിയാഴ്ച രാത്രി 9:38 ശനി അതിൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശനിയുടെ ഒരു രാശിയിലെ സഞ്ചാരം ശരാശരി 2.5 വർഷം വീതമാണ്. മറ്റെല്ലാ പാപഗ്രഹങ്ങളും പോലെ ശനിയും 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ഗുണദാതാവാകുന്നത്. ശനി 12, 1, 2 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന 7.5 വർഷമാണ് 7.5 ശനികാലം. ഇതിൽ ഓരോ ഭാവങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. 4, 7, 10 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന 7.5 വർഷക്കാലം കണ്ടകശനിയാണ്. ഇതിൽ ഓരോ കണ്ടകശനി കാലത്തും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. 8ാം ഭാവത്തിലെ അഷ്ടമശനിയും മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. 5ഉം 9ഉം ഭാവങ്ങളിലെ സഞ്ചാരവും അത്ര അനുകൂലം ആയിരിക്കില്ല. ശനി പൂർണ്ണമായും ദോഷം മാത്രം സമ്മാനിച്ച് കടന്നു പോകുന്നില്ല. ഒരു ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം നൽകിയേ ശനി മടങ്ങുകയുള്ളൂ. ഈ മഹാശനി മാറ്റം ആർക്കൊക്കെ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി മാറുന്നു, ആർക്കൊക്കെ അഷ്ടമശനി, കണ്ടകശനി, 7.5 ശനി എന്നിവ ആരംഭിക്കുന്നു. ശനി നൽകുന്ന രാജയോഗവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഈ മാറ്റത്തിലൂടെ ആർക്കൊക്കെ ലഭിക്കുന്നു. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ 2.5 വർഷക്കാലത്തെ ശനിയുടെ സഞ്ചാരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഏറെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി 12ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. ഇവർക്ക് 7.5 വർഷം നീണ്ടു നിൽക്കുന്ന 7.5 ശനികാലം ആരംഭിക്കുന്നു. പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും. പുതിയ വീട് നിർമ്മിക്കുകയോ വീട് മാറി താമസിക്കുകയോ ചെയ്യും. യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും. സന്താന ഭാഗ്യം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകും. ദൂരയാത്രകൾ വേണ്ടിവരും. തൊഴിലിനോ പഠനത്തിനോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വലിയ വലിയ ചെലവുകൾക്ക് സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ അകപ്പെട്ടിരുന്നവർക്ക് ആശ്വസിക്കുവാൻ കഴിയും. ശനി നാഡീവ്യൂഹങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി തോന്നും. എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അവ കൂടുതൽ വിഷമത്തിന് ഇടയാക്കും. കാർത്തിക 3/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതി മടങ്ങിയ ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയായി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ആകുകയാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉള്ളവ വിപുലീകരിക്കുവാനും സാധിക്കും. സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ്. ഐശ്വര്യം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. വിവാഹ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ആരോഗ്യം മെച്ചപ്പെടും. രോഗശാന്തി ഉണ്ടാകും. ഗ്രഹത്തിലെ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും. പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. തൊഴിൽ രംഗം പുഷ്ടി പ്രാപിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. പേരും പെരുമയും ആർജിക്കും. സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കുവാനാകും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്.
ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്നും മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന ശനി ഇനി 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് പകരുന്നു. ഇനി 2.5 വർഷം ഇവർക്ക് കണ്ടകശനിയുടെ കാലമാണ്. കർമ്മസ്ഥാനം എന്നാൽ പ്രതിഫലത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്നവയും കർമ്മമാണ്. കർമ്മരംഗത്ത് സ്ഥാനചലനം, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, ചതി എന്നിവ ഉണ്ടാകും. സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ചില നേട്ടങ്ങൾ വന്നുചേരും. പ്രസിദ്ധി ആർജിക്കും. ധനം ധാരാളമായി വന്നു ചേർന്നേക്കും. രാജതുല്യ പദവികൾ അലങ്കരിക്കാൻ കഴിയും. പദവിയിൽ ഉയർച്ച ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ തുറന്നു കിട്ടും. അന്യദേശത്ത് പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും. ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും. തീർത്ഥാടനത്തിനും യോഗമുണ്ട്. തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും. തൊഴിൽ സംബന്ധമായ പല യാത്രകളും വേണ്ടിവരും. കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. കഫവാത രോഗങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം. മാതൃസുഖവും മതവിശ്വാസവും കുറയും. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി ഇനി 9ാം ഭാവത്തിലേക്ക് പകരുന്നു. ഭാഗ്യതടസ്സങ്ങൾ വരുത്തും എങ്കിലും അഷ്ടമശനിയുടെ കഷ്ടതകൾക്ക് കുറേയൊക്കെ ആശ്വാസമാകും. ദൂരയാത്രയ്ക്കോ വിദേശയാത്രയ്ക്കോ അവസരമുണ്ടാകും. ധർമ്മതൽപരതയും മതവിശ്വാസവും കുറയും. നീചസ്വഭാവവും അത്യാഗ്രഹവും പ്രകടമാകും. പുത്രന്മാരിൽ നിന്ന് അകന്നു നിൽക്കും. പിതാവിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായേക്കും. ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്ലാതെയും ചില വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയാൻ കഴിയും. വ്യാപാര രംഗം വിപുലീകരിക്കുവാൻ കഴിയും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം വന്നുചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിനുള്ള വഴികൾ തുറക്കപ്പെടും. ധനപരമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. തുടകൾക്ക് മുറിവോ ചതവോ വേദനയോ അനുഭവപ്പെട്ടേക്കാം. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി 8ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. കണ്ടകശനി അവസാനിക്കുന്നു എങ്കിലും അഷ്ടമത്തിലെ ശനി പല വിധത്തിലും പരീക്ഷിക്കപ്പെടും. ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം. സാഹസികത പാടില്ല. രോഗദുരിതം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്നേഹിതന്മാരിൽ നിന്നും അപമാനം നേരിടും. രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാകും. തൊഴിലിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും. സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാകും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കടം വാങ്ങി കാര്യം നിർവഹിക്കുന്നതിൽ നിയന്ത്രണം വേണം. വിവാഹാലോചനകൾ സജീവമാകും. പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഇഷ്ടഭാവമായ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി 7ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ഇവർക്കിനി 2.5 വർഷത്തെ കണ്ടകശനി ആരംഭിക്കുന്നു. സഹവസിക്കുന്നവരോടും സഹപ്രവർത്തകരോടും വിരോധമോ അകൽച്ചയോ ഉണ്ടാകും. വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ നേരിടും. കാര്യകർമ്മങ്ങളിൽ ഭീരുത്വം പ്രകടമാകും. കളത്രവുമായി പിരിഞ്ഞു നിന്നേക്കാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കും. നീചജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കും. അത്യാഗ്രഹം പ്രകടമാകും. കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും. ചൂതുകളിയിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ദിവസവേതനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും. വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വീട് മാറുവാനോ പുതിയ വീട് വാങ്ങുവാനോ അവസരമുണ്ടാകും. ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ വേണം. ചിത്തിര 2ാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക്
ഇപ്പോൾ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി ഇഷ്ടസ്ഥാനമായ 6-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും മറ്റ് മത്സര പരീക്ഷകളിലും വിജയിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് സഫലമാകും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും. ഐശ്വര്യം വർദ്ധിക്കും. ധനം പല വഴികളിലൂടെ വന്നുചേരും. ഭോജനസുഖം അനുഭവപ്പെടും. ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലും അവയൊക്കെ മറികടക്കാൻ കഴിയും. തൊഴിലിലെ ആലസ്യം മാറും. നവോന്മേഷം സംജാതമാകും. വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ്. രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും. അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും. മുടങ്ങിക്കിടക്കുന്ന വീട് പണി തുടരാനും സന്ദർഭം അനുകൂലമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിലും നേട്ടം പ്രതീക്ഷിക്കാം. വിശാഖം 1/4 ഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലെ കണ്ടകശനി അവസാനിച്ച് 5-ാം ഭാവത്തിലേക്ക് പകരുന്നു. എല്ലാവിധ ഗുണഫലങ്ങൾക്കും മങ്ങലുണ്ടാകും. അറിയാതെ ചതിയിൽ ചെന്ന് ചാടിയേക്കും. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. കോടതി ഇടപാടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ജാമ്യം നിൽക്കുന്നത് ദോഷമായി തീരും. ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും തടസ്സങ്ങൾ നേരിടില്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ ആകുലതകൾ അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. തൊഴിലിൽ നിന്നും ആദായം കൂടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും. രോഗാവസ്ഥയ്ക്ക് മാറ്റം പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക് വായ്പ തിരിച്ചടവ് സാധ്യമാകും. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ്. സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും. ഈശ്വരവിശ്വാസത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. വളരെ നാളായി സന്തതിയില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ലഭിക്കും. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ഏറെ അനുകൂലമായി 3-ൽ സഞ്ചരിക്കുന്ന ശനി 4-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ഇവർക്കിനി 2.5 വർഷത്തെ കണ്ടകശനി കാലമാണ്. കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ തലപൊക്കിയേക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടും. പുതിയ വീട് നിർമ്മിക്കുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ സാധിക്കും. തടസ്സങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിച്ചാൽ വിജയം ഉറപ്പാക്കാൻ കഴിയും. ബന്ധുജനങ്ങളുമായി അകന്നു നിൽക്കും. പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ അലസത ഉണ്ടാകും. ഉപയോഗത്തിലിരുന്ന വാഹനം വാങ്ങിയേക്കും. വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുന്നത് ചില അനുകൂല സാഹചര്യങ്ങൾ നൽകും. കർമ്മരംഗത്താകും മുഖ്യമായും ഗുണം ലഭിക്കുക. ജോലിയിലെ ആയാസവും സമ്മർദ്ദവും കുറയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം ഭവിക്കുന്നതാണ്. അയൽവഴക്കുകൾക്ക് പരിഹാരമാകും. വരവിൽ വർധനവുണ്ടാകും. ജീവിത നിലവാരം മെച്ചപ്പെടും. നല്ല കാര്യങ്ങൾക്ക് ചെലവ് വന്നേക്കും. ഉത്രാടം 1/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് കഴിഞ്ഞ 7.5 വർഷമായി അനുഭവിക്കുന്ന 7.5 ശനിയുടെ ദോഷങ്ങൾ തീർന്ന് ശനി ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ശനി 3-ൽ എന്നാൽ മുടിചൂടാൻ മന്നനാകും എന്നാണ് പ്രമാണം. രാജാവായില്ലെങ്കിലും രാജ്യതുല്യൻ ആകും എന്ന് സാരം. വ്യാപാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും. ധനവും ഐശ്വര്യവും ധാരാളമായി വന്നുചേരും. എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാൻ കഴിയും. ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിനെ അനായാസം മറികടക്കും. ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറപ്പെടും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഉന്നതന്മാരുടെ പിന്തുണയും സഹായവും അനുഭവത്തിലെത്തും. ശാരീരികവും മാനസികമായ ബലം തിരികെ ലഭിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. മംഗളാനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും. അയൽവഴക്കുകൾക്ക് പരിഹാരമാകും. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
കുടുംബാംഗങ്ങളോടൊപ്പം വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു. ജന്മരാശിയുടെ പിന്നിൽ 2.5 വർഷം, ജന്മരാശിയിലെ 2.5 വർഷം, ജന്മരാശിയുടെ മുന്നിൽ 2.5 വർഷം എന്നിങ്ങനെയാണ് 7.5 വർഷത്തെ ഏഴര ശനി. ജന്മരാശിയിൽ നിന്ന് ശനി മാറുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. നടക്കാതിരുന്ന പല കാര്യങ്ങളും നടപ്പിലാകും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സന്താനഭാഗ്യം ഉണ്ടാകും. പഠനത്തിനോ ജോലിക്കോ വിദേശത്ത് അവസരം ലഭിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും. ഗാർഹികമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റു ചിലർ മുന്നോട്ട് വരും. കിട്ടാനുള്ള കടം കുറച്ചൊക്കെ വന്നെത്തും. വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും. വായ്പയുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും. സാമ്പത്തിക രംഗം മോശമാകില്ല. പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് 12ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി ജന്മരാശിയിലേക്ക് സംക്രമിക്കുന്നു. ശനി ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് ആയിരിക്കും. മന്ദനും മടിയനും ആകാതെ ശ്രദ്ധയോടും മത്സരബുദ്ധിയോടും കാര്യങ്ങൾ ചെയ്താൽ ഫലം ഉറപ്പാക്കുവാൻ കഴിയും. കർമ്മരംഗത്ത് ബുദ്ധിയും കൗശലവും വർദ്ധിക്കും. ദുശീലന്മാരുമായി കൂട്ടുകെട്ടുണ്ടാകും. വാഹനം ഉപയോഗത്തിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. അപകർഷതാബോധം മുന്നിട്ട് നിൽക്കും. കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. വ്യാഴം 4ലേക്കും തുടർന്ന് 5ാം ഭാവത്തിലേക്കും മാറുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായേക്കും. കുടുംബ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ കഴിയണം. മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവ് അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും ലഭിക്കാതിരിക്കില്ല. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടരും. വിദേശവാസ യോഗമുണ്ട്. സാമ്പത്തിക നില മോശമാകില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.